ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. നമ്മുടെ ചാനലിലോട്ട് വന്ന പുതുതായി വന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും വൈകിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ഉരുളക്കിഴങ്ങാണ്. അത് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം. ഞാൻ ഇവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു പാനിലോട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. നമുക്ക് അതിലോട്ട് പൊട്ടാറ്റോസ് ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ആ സെയിം ഓയിലിൽ തന്നെ നമുക്ക് ചിക്കനും ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്ത് കിട്ടാൻ എളുപ്പത്തിനായിട്ട് ഞാൻ ചിക്കൻ ഒന്നുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മൈദ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് പാൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കി കുറുക്കി എടുക്കണം. ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് മോസറല്ല ചീസും ചീസിൻ്റെ ക്യൂബും ഇട്ട് കൊടുക്കുന്നുണ്ട്. സോസിൽ ചീസ് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഗ്ലാസ് ബൗളിലോട്ട് നമ്മൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. അതിന് മുകളിലോട്ട് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തത്, ഇതിന് മുകളിലോട്ട് സോസ് ഒഴിച്ചു കൊടുക്കാം. ദെൻ ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കൻ ഫ്രൈ ചെയ്തത്, സോസ്, അങ്ങനെ ചെയ്യാം. ഇതിന് മുകളിൽ സോസ് ഒഴിച്ചു കൊടുത്ത് ഫില്ല് ചെയ്യാം. അങ്ങനെ നമ്മുടെ ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ലെയർ സെറ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ടൊമാറ്റോ സോസ് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്നതിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യുക. അടുത്തൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്കുടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.